ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സ്റ്റിങ്വിഷർ ഫോർ എഞ്ചിനീയർ ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിടെക്, ഡിപ്ലോമ, ITI കഴിഞ്ഞിട്ടുള്ള ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ സ്റ്റുഡൻസുമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ഒരു ഡ്രീമാണ് നമ്മുടെ കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ കോർ ഫീൽഡിൽ അത്യാവശ്യം സാലറിയൊക്കെയുള്ള നല്ലൊരു ജോബ് കിട്ടുക എന്നുള്ളത്. എന്നാൽ പലപ്പോഴും നാം ജോബ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കോർ ഫീൽഡാണ്, അതല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റും നമ്മുടെ കഴിവുകളും കാത്തു നിൽക്കുന്ന കമ്പനീസ് അത് നമ്മുടെ കോർ ഫീൽഡാണെന്ന് അറിയാതെ നാം പലപ്പോഴും അവോയ്ഡ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഫീൽഡാണ് ഫയർ ഫൈറ്റിങ്. അത് ചില ആളുകളെങ്കിലും ഇതൊരു ഫയർ ആൻഡ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ആണ് എന്നൊക്കെ മനസ്സിലാക്കി ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ സ്റ്റുഡൻസ് ചില ആളുകളെങ്കിലും അവോയ്ഡ് ചെയ്യുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു വോളിയവും അവിടെ അവർക്ക് ബേസിക്കലി റിക്വയർഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും വളരെ സിമ്പിളായിട്ട് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗൾഫ് കൺട്രീസിനെയാണ്. ഗൾഫ് കൺട്രീസിൽ നിങ്ങൾക്കറിയാം, തൗസൻഡ്സ് ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ് പ്ലസ് തൗസൻഡ്സ് ഓഫ് ബിൽഡിങ്സ്, അത് കൊമേഴ്ഷ്യൽ ഉണ്ട്, റെസിഡൻഷ്യൽ ഉണ്ട്, അതുപോലെ ഫാക്ടറീസ് ഉണ്ട്, ഇൻഡസ്ട്രീസ് ഉണ്ട്. ഈവൻ അറബ്സിൻ്റെ വില്ലയിൽ പോലും ഇപ്പോൾ വയർലെസ് ഫയർ സിസ്റ്റം, ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഒരു ബിൽഡിംഗ് പോലും ഈ ഒരു ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഡിപ്പാർട്ട്മെൻറ്റിൽ അത് കമ്പൽസറിയാണ്. മുനിസിപ്പാലിറ്റി NOC, അതല്ലെങ്കിൽ ഈവൻ ഇലക്ട്രിസിറ്റി കണക്ഷൻ വരെ ഈ ഒരു ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ NOC കിട്ടിയതിന് ശേഷമാണ് പ്രൊസീഡ് ആവുക. മാത്രമല്ല, ഇയർലി എല്ലാ വർഷവും ഏതെങ്കിലും ഒരു മെയിൻ്റനൻസ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു മെയിൻ്റനൻസ് കമ്പനി അവർക്ക് ഒരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് കൊടുത്താൽ അവരുടെ ലൈസൻസ് റിന്യൂ ആവുകയുള്ളൂ. അത്തരത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം. അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു വോളിയം നിങ്ങൾക്ക് മനസ്സിലാവും. തൗസൻഡ്സ് ഓഫ് കമ്പനീസ്, തൗസൻഡ്സ് ഓഫ് ബിൽഡിങ്സിൽ കമ്പൽസറി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ് ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമ്പനീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ കൺസൾട്ടിങ് ഫേമുകളിൽ ഡിസൈനിങ് ട്രെയിനിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്, കൺസൾട്ടൻ്റ് ആയിട്ട്. ഇൻസ്റ്റലേഷൻ കമ്പനീസ് ഉണ്ട്, മെയിൻ്റനൻസ് കമ്പനീസ് ഉണ്ട്, അതുപോലെ തന്നെ അപ്രൂവ്ഡ് മെറ്റീരിയൽസിൻ്റെ മാനുഫാക്ചേഴ്സ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് കമ്പനീസ് ഈ ഒരു ഫീൽഡുമായിട്ട് ചുറ്റിപ്പറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാം ബേസിക്കലി വെയിറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ സ്റ്റുഡൻസിൻ്റെ, അത് എഞ്ചിനീയേഴ്സ് ആവട്ടെ ടെക്നീഷ്യൻസ് ആവട്ടെ, അവരുടെ സർട്ടിഫിക്കറ്റും കഴിവുകളാണ്. അതെന്താണെന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു കമ്പനി ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഒരു ഇൻസ്റ്റലേഷൻ കമ്പനിയാണെന്ന് വെക്കുക. അത് A ക്ലാസ് ഒന്നുമല്ല, ഒരു B ക്ലാസ് കമ്പനി നോർമൽ ലെവലിൽ അപ്ലൈ ചെയ്യുവാൻ വേണ്ടി തന്നെ ഞാൻ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ മിനിമം റിക്വയർമെൻ്റ് ആയിട്ട് കാണിക്കുന്നത് 4 എഞ്ചിനീയേഴ്സ് പ്ലസ് 16 ടെക്നീഷ്യൻസ് ആണ്. ടോട്ടൽ 20. അതിൽ 4 എഞ്ചിനീയേഴ്സ് പ്ലസ് 16 ടെക്നീഷ്യൻസ് ആണ്. ആ 4 എഞ്ചിനീയേഴ്സിൽ 2 ബിടെക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സും 2 മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സും ആണ്. ടെക്നീഷ്യൻസ് 8 ഇലക്ട്രിക്കൽ പ്ലസ് 8 മെക്കാനിക്കലാണ്. ഈ രീതിയിൽ വളരെ ചെറിയ ഒരു കമ്പനിയിൽ തന്നെ അവരുടെ മിനിമം റിക്വയർമെൻറ്റ് 20 ആണ്. അതിൽ 4 + 16 ആണ്. അത് A ക്ലാസ് ആകുമ്പോൾ നമ്പർ വീണ്ടും ഇൻക്രീസ് ആവും. ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ ഡിഫറെൻറ്റ് ഏരിയാസിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. എന്നാലും ഇത്രയും വോളിയം ഹൺഡ്രഡ്സ് ഓഫ് കമ്പനീസ് വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റാണ്. പ്ലസ് ഇതൊരു മിനിമം റിക്വയർമെൻ്റ് ആണ്. ആ ഒരു കമ്പനിയുടെ വോളിയം കൂടുന്നതിനനുസരിച്ച് അവർ ഫ്രഷേഴ്സിനെയൊക്കെ റിക്രൂട്ട് ചെയ്തിട്ട് ഈവൻ 10ാം ക്ലാസ് പോലും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകളെയൊക്കെ ഹെൽപ്പേഴ്സ് ആയിട്ട് ടെക്നീഷ്യൻസ് ആയിട്ട് മാറ്റും. ഈ രീതിയിൽ ഒരുപാട് ആളുകൾക്ക് അതല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെയിറ്റ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഫയർ ഫൈറ്റിംഗ് ഫീൽഡ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ മാർക്കറ്റിൽ നല്ല ടൈറ്റുള്ള ഒരു സിറ്റുവേഷനാണ്. ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാം, ഒരുപാട് ആളുകളാണ് ഡെയിലി CV-യുമായിട്ട് ഓഫീസിൽ കയറി ഇറങ്ങുന്നത്. നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അതല്ലെങ്കിൽ കോഴ്സിലൊക്കെ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ജോബിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ സ്റ്റുഡൻസിന് നമ്മുടെ ഒരു കോർ ഫീൽഡായിട്ട് ഫയർ ഫൈറ്റിങ്ങിനെ കൺസിഡർ ചെയ്ത് നിങ്ങളിപ്പോൾ തന്നെ ഇതിൻ്റെ ബേസിക്സ് ഒക്കെ പഠിച്ചു തുടങ്ങുക. വളരെ പ്രിപ്പയർഡ് ആയിട്ട് കോൺഫിഡൻസിൽ നിങ്ങൾ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളെ കാത്ത് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ എൻ്റെ ചാനലിൽ ബിഗിനേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൻ്റെ A to Z ഡീറ്റെയിൽസ് ഒരു ക്രാഷ് കോഴ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കാൻ അത്ര സുഖമൊന്നും ഉണ്ടാവില്ല, ഇൻട്രസ്റ്റിംഗ് അല്ല, എങ്കിലും അത് നിങ്ങൾ കംപ്ലീറ്റ് ലാസ്റ്റ് വരെ കേട്ടതിന് ശേഷം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് A to Z ഡീറ്റെയിൽസ്, ഈ ഒരു സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഒക്കെ മനസ്സിലാവും. എന്നിട്ട് ഈ ഒരു ഫീൽഡിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് പഠിച്ച് പ്രിപ്പയർഡ് ആയിട്ട് ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഈ ഒരു ഫീൽഡിലുള്ള കമ്പനീസ്, അതല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, സപ്ലയേഴ്സ്, അവരെയൊക്കെ സെർച്ച് ചെയ്ത് അതിലും കൂടെ നമ്മുടെ CVs ഒക്കെ സെൻഡ് ചെയ്ത് നല്ല ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് നിങ്ങളോട് ആകെ പറയാനുള്ളത്, ഇതുപോലെ മറ്റു പല ഫീൽഡുകളും നമ്മുടെ കോർ ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ സ്റ്റുഡൻസിന് വെയിറ്റ് ചെയ്യുന്ന പല
ഫീൽഡുകളും ഇതുപോലെ ഉണ്ട്. അതെല്ലാം നാം സെർച്ച് ചെയ്ത് കണ്ടെത്തി ആ ഫീൽഡുകളിലൊക്കെ ചിലപ്പോൾ കോമ്പറ്റീഷൻസ് കുറച്ച് കുറവാകും. ആ രീതിയിൽ മാർക്കറ്റിലുള്ള കോമ്പറ്റീഷൻ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ വളരെ പ്രിപ്പയർഡ് ആയിട്ട് ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ആശംസകൾ. നമ്മുടെ ചാനലിൽ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഓരോ ടോപ്പിക്സിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.